Hello students, ഇന്ന് നമ്മൾ 2.5 സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആണ് നോക്കുന്നത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിൽ MSc ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പിക്കാർഡ് സക്സസീവ് അപ്രോക്സിമേഷൻ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് അവിടെ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിരുന്നത്. ഇവിടെ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷന് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ടി ഡി ടി where x is in between a less than or equal to x less than or equal to b by any selective real valued function. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഇനിഷ്യൽ കണ്ടീഷൻ യു നോട്ട് ഓഫ് എക്സിനെ റിയൽ വാല്യൂഡ് ഫങ്ഷൻ സെലക്ട് ചെയ്യുവാണ്. അത് 1, 0 ഓർ എക്സ് ആകാം. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് 0 ആണ്. ഫോർ ഈസി ആൻഡ് സിമ്പിൾ കാൽക്കുലേഷൻ ആണ് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ എങ്ങനായിട്ട് എടുക്കും? 0 ആയിട്ട്. ഇനി നിങ്ങൾക്ക് 1 ആയിട്ടും എടുക്കാം, എക്സ് ആയിട്ടും എടുക്കാം. അപ്പോഴും സൊല്യൂഷൻ സെയിം തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ സപ്പോസ് യു നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് തരുവാണെങ്കിൽ നിങ്ങൾ എക്സ് വെച്ച് ചെയ്യണം. ഇനി ഒന്നും തന്നിട്ടില്ലെങ്കിൽ യൂസിങ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് സോൾവ് ദ ഗിവൺ ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? യു നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നെടുത്ത് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ u1 of x equal to f of x plus lambda integral a to b k x t. അപ്പോൾ ഇൻറ്റഗ്രലിനകത്തുള്ള ഈ u ഓഫ് ടി എന്ന് പറയുന്ന എഴുതിയേക്കുന്നതിൻ്റെ അവിടെ എന്ത് കൊടുക്കുക എന്നൊരു യു നോട്ട് ഓഫ് ടി ഡി ടി. സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ u2 ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി u1 ടി ഡി ടി എക്സെട്ര un of x equal to f of x plus lambda integral a to b k x t un minus 1 t dt അല്ലേ? u2 എടുത്തപ്പോൾ u1 of t ആണ്, un ആവുമ്പോൾ un minus 1 of t dt. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തെടുത്താൽ മതി? ലിമിറ്റ് n tends to infinity un of x. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. Use successive approximation method to solve ux equal to e raised to x plus e raised to minus 1 integral 0 to 1 ut dt. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഗിവൺ ഇക്വേഷൻ എഴുതുക. ഇനി ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടില്ല, സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ചാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇനിഷ്യൽ കണ്ടീഷൻ അസ്യൂം ചെയ്യാം യു നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇനി u1 ഓഫ് എക്സ് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റഗ്രൽ 0 ടു 1 യു ടി ഒ ഡി ടിക്ക് വരെ എന്ത് കൊടുക്കാം? യു നോട്ട് ടി ഡി ടി. യു നോട്ട് ടി എന്ന് പറയുമ്പോൾ എക്സിന് എന്ത് കൊടുത്താൽ മതി? ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ ദാണ്ട് എഴുതിയിട്ടുണ്ട് യു നോട്ട് ടി എന്ന് പറയുന്നത് എന്താകും? ഈക്വൽ ടു 0. therefore u1 ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഈ ടേം എന്തായി? 0 അല്ലേ? ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. നെക്സ്റ്റ് u2 ഓഫ് എക്സ് ഈക്വൽ ടു e raised to x plus ആദ്യം ഫോമുല അങ്ങ് എഴുതണം. e raised to x plus e raised to minus 1 integral 0 to 1 u1 of t dt which is equal to e raised to x plus e raised to minus 1 integral 0 to 1 u1 of t dt. u1 of x എന്ന് പറയുന്നത് ഇതാണ്. u1 of x equal to e raised to x. അപ്പോൾ u1 of t എന്ന് പറയുമ്പോൾ e raised to t dt. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ടിയുടെ ഇൻറ്റഗ്രേഷൻ ഇ റേസ് ടു ടി 0 ടു 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു 0. ശ്രദ്ധിക്കണം, നമ്മൾ 0 ആണെന്നും പറഞ്ഞ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല. എപ്പോഴും 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ വേണം ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു ടിക്ക് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 1 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 1 അല്ലേ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു 1 ഈസ് ഇ റേസ് ടു 0.
അല്ലേ? മൈനസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 ഈസ് ഇ റേസ് ടു മൈനസ് 1. സോ ഇതിൻ്റെ വാല്യൂ 1 ആയി. അപ്പോൾ എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് 1. അതായത് u2 ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് 1. ഇനി u3 ഓഫ് എക്സ്, u3 ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റഗ്രൽ 0 ടു 1 u2t dt അല്ലേ? അപ്പോൾ ആ u2t dt, u2t എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് 1. അതാണ് ദാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഇനി ഇതെന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഇ റേസ് ടു 3x ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് 2 പ്ലസ് 1. അങ്ങനെ ആണെങ്കിൽ പ്രൊസീഡിങ് ലൈക്ക് ദിസ് യു എൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് 1. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് എടുക്കുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എക്സ് പ്ലസ് 1. ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആവും. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 1. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. യൂസ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് ടു സോൾവ് യു ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് ടി യു ടി ഡി ടി. ഗിവൺ യു ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് ടി യു ടി ഡി ടി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്, യു നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു, നോർമലി നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് 0 ആണ്. ഫോർ യു നോട്ട് ഓഫ് ടി എന്ന് പറയുന്നതും 0. ഇനി ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഫോർമുല ഈസ് u1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് ടി യു നോട്ട് ഓഫ് ടി ഡി ടി അല്ലേ? യു നോട്ട് ഓഫ് ടിക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം 0 ആയി. അപ്പോൾ u1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. u2 ഓഫ് എക്സ് ഈക്വൽ ടു, u2 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് ടി u1 ടി ഡി ടി. അപ്പോൾ എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് ടി, അതുപോലെ തന്നെ എഴുതിക്കൊണ്ട് അല്ലേ? അപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ ടേം മാത്രം എഴുതുവാണ്. എക്സ് ടി u1 ടി, u1 ടി എന്ന് പറയുന്നത് ഇവിടെ u1 ഓഫ് എക്സ് ഈസ് എക്സ്. അങ്ങനെ ആണെങ്കിൽ അവിടെ എന്ത് വരും? ടി വരും, ടി ഡി ടി അല്ലേ? സോ അവിടുത്തെ ടേം എന്താ? ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് ടി സ്ക്വയർ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പ്ലസ് എക്സ് ലാംഡ, ഇനി ടി സ്ക്വയറിൻ്റെ ടി ക്യൂബ് ബൈ 3 0 ടു 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/3 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് എക്സ് ലാംഡ ബൈ 3 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടേം 0 ആണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ലാംഡ ബൈ 3 u2 ഓഫ് എക്സ് ആണ് ഇത്, u2 ഓഫ് എക്സ്. ഇനി u3 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു 1 എക്സ് ടി u2 ടി ഡി ടി. അപ്പോൾ ഇനി u2 ടി ഡി ടിക്ക് ഇതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വരുന്നിടത്ത് ടി പ്ലസ് ടി ലാംഡ ബൈ 3. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തു നമുക്ക് വാല്യൂ കിട്ടിയേക്കുന്നത് എക്സ് പ്ലസ് ലാംഡ എക്സ് ബൈ 3 പ്ലസ് ലാംഡ സ്ക്വയർ എക്സ് ബൈ 3 സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ യു എൻ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ലാംഡ എക്സ് ബൈ 3 പ്ലസ് ലാംഡ ബൈ 3 ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് എക്സെട്ര ലാംഡ ബൈ 3 ഹോൾ റേസ് ടു എൻ മൈനസ് 1 എക്സ്. സോ യു ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെടുത്താൽ മതി? ലിമിറ്റ് എടുക്കുക അല്ലേ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് ലാംഡ 3 പ്ലസ് ലാംഡ 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് ലാംഡ ബൈ 3 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഈ ഇത് എഴുതിയേക്കുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ് അല്ലേ? അത് ജി പി ആണ്. അപ്പോൾ ജി പി വെച്ചിട്ട്
നമുക്ക് ഫസ്റ്റ് ടേം 1 ആണ്. സോ ഈക്വൽ ടു എക്സ് ഇവിടെ കോമൺ എടുത്തിട്ടുണ്ട്. 1/1 മൈനസ് ആർ വെച്ചാണെങ്കിൽ 1+r+r² അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ 1/1 മൈനസ് ആർ എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്തുവാ? λ/3 ആണ്. 1/1 മൈനസ് λ/3 സിംപ്ലിഫൈ ചെയ്ത് എൽസിയം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 3x/3 മൈനസ് ലാംഡ. ഓക്കെ, മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.